celebration. നാളെയാണോ ക്രിസ്മസ് സെലിബ്രേഷൻ? ക്രിസ്മസ് celebration അല്ല. ക്രിസ്മസ് celebration. എന്ത് ക്രിസ്മസ് celebration? നാളെയാണോ ക്രിസ്മസ് സെലിബ്രേഷൻ? ക്രിസ്മസ് celebration അല്ല. ക്രിസ്മസ് celebration. ആരാ പറഞ്ഞ? ക്രിസ്മസ് celebration. അത് കഴിഞ്ഞിട്ട് സ്കൂള് സ്കൂൾ ഓർക്കില്ല. പിന്നെ ഇനി എന്നാ സ്കൂൾ ഓർക്കണ? പിന്നെ മറ്റന്നാള് കഴിഞ്ഞിട്ട് ബുധനാഴ്ച. അത് ശരി, ബുധനാഴ്ച സ്കൂൾ ഓർക്കുള്ളൂ. ആരാ പറഞ്ഞ? അത് ശരി, മോൻ്റെ അടുത്ത് ആരാ പറഞ്ഞ? തന്നെ പറഞ്ഞതാടാ. അത് ശരി. ഒന്ന് ടൗൺ വരെയും പോവുകയാണ്. വൈഫിൻ്റെ അമ്മച്ചിയുടെ ഫാദർ മരിച്ചതിൻ്റെ ആദ്യത്താണ്ടാണ്. അപ്പം അതിന് ചെറിയ രണ്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പം അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം വരണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഒന്ന് ടൗൺ വരെ വന്നേക്കാണ്. വീട്ടിലാണെങ്കിൽ ഇന്നും ഷാനിയുണ്ട്. ഷാനിയാണെങ്കിൽ ഇന്നുവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എക്സാമാണ്. എക്സാമിന് ഹിന്ദി എന്താണ്ടാണ് എക്സാം എന്ന് പറയണത് കേട്ടോ. അവിടെ അപ്പോൾ ഒരാക്കടയിൽ വടി എടുത്തു വെച്ചിട്ടുണ്ട്, മറ്റാളെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം. ഷാനിയുടെ അമ്മച്ചിയുടെ വാപ്പ മരിച്ചതിൻ്റെ അന്ന് ആദ്യത്തെ ആണ്ടാണ്. അപ്പം അവിടം വരെയും പോകണം. അപ്പം ഇതെല്ലാം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നു പഠിച്ചും കഴിയണം. ഹിന്ദി ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് പറയാനൊക്കെ സിമ്പിളാണ്. പക്ഷെ ഈ പ്രാവശ്യം തൊട്ട് എഴുത്തുമുണ്ട്. 1ാം ക്ലാസ്സിലായതുകൊണ്ട് എഴുതുകയും ചെയ്യണം. എഴുതാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. ഞാനേതായാലും ഒന്ന് ടൗൺ വരുമ്പോൾ കുറച്ച് രണ്ട് സാധനം മേടിക്കാനുണ്ട്. പിന്നെ പോണ സ്ഥലത്തേക്ക് ഒരു ചെറിയ സീറ്റ്സ് എന്തെങ്കിലും മേടിക്കാനുണ്ട്. അപ്പം അതിനോട് ഞാനെന്തായാലും നമ്മുടെ കാര്യം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരുടെ പണിയൊക്കെ കഴിഞ്ഞാൽ മുകളിൽ വരും. പിന്നെ അടിപൊളിയാവും. ഏതായാലും ഇപ്പൊ പെരുമ്പാവൂര് വന്നിട്ടുണ്ട്. റോയലിൽ നിന്ന് നോക്കിയപ്പോൾ ആകെ ലഘുവും അധികം മാത്രം അത്ര കൊള്ളാവുന്നുണ്ട്.
വളരെ കുറച്ച് പേരുടെ പരിപാടിയുള്ളൂ. ഒരു 10-25 പേരുടെ പരിപാടി നമുക്ക് അതോ ഇതെടുത്ത മൈദ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 25 ലഡു ഒരു 2 കിലോ അരിവ അടുത്തേക്ക് വീട്ടിലേക്ക് പോകണം. അവരുടെ പരിപാടി തുടങ്ങാറായി. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണാം.